ശിവഗിരിയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സമ്മേളനം പുരോഗമിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ മുന്നേറ്റത്തിന് അടിത്തറ പാകിയത് ശ്രീനാരായണ ഗുരുവായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം ചിന്തകൻ എന്ന രീതിയിൽ കൂടിയാണ്. പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിയിടാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ഗുരുവിൻ്റെ ദർശനവും പ്രവർത്തനങ്ങളും നാം കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗുരു ക്ഷേത്രങ്ങൾ മാത്രമല്ല സ്ഥാപിച്ചത്, അനേകം പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. 1873 സംസ്കൃതത്തിൽ ഉപരിപഠനം കഴിഞ്ഞു വന്ന ഉടൻ തന്നെ ചെമ്പഴന്തിയിൽ അന്നത്തെ അവർണ വിഭാഗങ്ങൾക്കായി കുടിപ്പള്ളിക്കൂടം തുറക്കുകയാണ് ഗുരു ചെയ്തത്. പിന്നീട് സന്യാസം സ്വീകരിച്ച ശേഷം അരിപ്പുറത്തും വൈക്കത്തും ശിവഗിരിയിലും സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും സാധാരണക്കാരെ പഠിപ്പിക്കുന്നതിനായി സ്കൂൾ തുറന്നത് അദ്ദേഹത്തിന്റെ ദീർഘദർശനത്തിന്റെ തെളിവാണ്. മന്ത്രി GR അനിൽ അധ്യക്ഷനായി. തുടർന്ന് നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ശുചിത്വ, ആരോഗ്യ, ഉന്നത വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം കലാപരിപാടികളുടെ ഉദ്ഘാടനം നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടന പദയാത്രകൾ ഇന്ന് രാത്രിയോടെ ശിവഗിരിയിൽ എത്തിച്ചേരും. നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി VN വാസവൻ തുടങ്ങിയവർ പങ്കെടുക്കും. 3 ദിവസത്തെ തീർത്ഥാടനം ജനുവരി 1 സമാപിക്കും.